ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അദ്ദേഹം പറഞ്ഞതായി ഒരു വാർത്ത ഇന്ന് പുറത്തു വന്നിരുന്നു. നേരത്തെ പറഞ്ഞ കാര്യമായിരിക്കാം, അതായത് 1-2 ദിവസം മുമ്പ്. ഇന്നാണ് ആ വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആയത്തുള്ള അലി ഖംനായിയെ വധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ ഇതുപോലൊരു ആഗ്രഹം അവർക്കുണ്ടായിരുന്നു. ആ ആഗ്രഹം മനസ്സിൽ വന്ന സമയത്ത് അവരത് മൂടി വെച്ചൊന്നുമില്ല, അത് അവർ വിളിച്ചു പറഞ്ഞു, പക്ഷെ നടന്നില്ല. പിന്നീട് അവർ തന്നെ പറഞ്ഞു, അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രിയും അതുപോലെ ഇസ്രായേൽ കാറ്റ്സും തന്നെ പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പരിധിയിൽ ഖംനായിയെ കിട്ടിയില്ല. എന്നാൽ ഇത് പറഞ്ഞ സമയത്ത് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഖംനായി ഈസി ടാർഗറ്റ് ആണ്, കണ്ടെത്താൻ പ്രയാസമൊന്നുമില്ല എന്നാണ്. അതേസമയം ഖംനായി ഇവരെയൊക്കെ വെല്ലുവിളിക്കുകയായിരുന്നു ആ സമയത്തും. പിന്നീട് അദ്ദേഹം പൊതുജനത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അതുപോലെ തന്നെ ഇസ്രായേൽ കൊന്ന ഒരുപാട് ആളുകൾ, അവിടെ നടന്ന വിജയാഘോഷവുമായി ബന്ധപ്പെട്ട് നിരത്തിൽ ഒരുപാട് ആളുകൾ ഇറങ്ങി ആഹ്ലാദ പ്രകടനം നടത്തുന്ന സമയത്ത് ആ ആഹ്ലാദ പ്രകടനത്തിൽ പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇസ്രായേൽ അതുവരെ വീമ്പ് പറഞ്ഞിരുന്നു, ഒരുപാട് ആളുകളെ കൊന്നു എന്ന് പറഞ്ഞിരുന്ന ആളുകളൊക്കെ ആ സമയത്ത് പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് ഖംനായിയും പ്രത്യക്ഷപ്പെട്ടു. ഇപ്പോൾ വീണ്ടും പറയുന്നു ഖംനായിയെ വധിക്കുമെന്ന്. ഇറാൻ കാര്യമായ എന്തോ നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന കാര്യം ഏറെക്കുറെ വ്യക്തമാണ്. ഇറാൻ അങ്ങനെ നീങ്ങാതെ ഇസ്രായേൽ കാറ്റ്സ് ഇത്തരത്തിലൊരു പരാമർശം നടത്തില്ല. അവരുടെ ആ ആഗ്രഹം ഇങ്ങനെ വീണ്ടും വീണ്ടും പറയില്ല. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആ ആഗ്രഹം ഇസ്രായേൽ കാറ്റ്സിലൂടെ അത് വീണ്ടും പുറത്തു വരില്ല. എന്തായാലും അമേരിക്കയുമായി യാതൊരുവിധ ഇടപാടും വേണ്ട, ഒരു ചർച്ചയും വേണ്ട എന്ന് തീരുമാനിച്ച ആണവ പരിപാടികളുമായി ഇറാൻ മുന്നോട്ട് പോവുകയാണ്. മാത്രമല്ല, ചൈന ഉൾപ്പെടുന്ന രാജ്യങ്ങൾ, റഷ്യ ഉൾപ്പെടുന്ന രാജ്യങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് നാറ്റോ സഖ്യത്തെയൊക്കെ ഒന്നുമല്ലാതാക്കും വിധത്തിലുള്ള ചില നീക്കങ്ങൾ ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുവേണ്ട ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും അവസാനം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വാർത്തയാണ്. ഗസ വിഷയം അത് അട്ടിമറിച്ചത് ഇറാനാണ്, ഇറാൻ ആ വിഷയത്തിൽ ആവശ്യമില്ലാതെ ഇടപെട്ടു എന്ന ഒരു കാര്യമാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ട്രംപിന്റെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും ഇഷ്ടത്തിനനുസരിച്ച് ഗസ വിഷയം മാറ്റിമറിക്കാൻ ഇറാൻ സമ്മതിച്ചില്ല. ആ വിഷയത്തിൽ ഇറാൻ ശക്തമായി ഇടപെട്ടു എന്നതായിരുന്നു ട്രംപിന്റെ ഒരു ആരോപണം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇറാൻ പ്രതികരിച്ചിട്ടില്ല. അതേസമയം ഇറാൻ നേരത്തെ തന്നെ എന്താണ് ഗസയുമായി ബന്ധപ്പെട്ട് ഇറാന്റെ പദ്ധതി എന്താണ്, ഇറാന്റെ തീരുമാനം എന്താണ്, ഈ വിഷയത്തിൽ ഇറാന്റെ നിലപാട് എന്താണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഫലസ്തീൻ സ്വതന്ത്രമാവുക എന്നത് തന്നെയാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നത് പോലെ ഇറാന്റെയും നിലപാട്. ഒരിക്കലും ഫലസ്തീനെ വിട്ട് ഖുദ്സിന്റെ മോചനം അത് സാധ്യമാകാതെ ഒരു ഒത്തുതീർപ്പും ഇവിടെ ഇസ്രായേലുമായി ഉണ്ടാകാനുള്ള സാധ്യതയില്ല, ഉണ്ടാകില്ല എന്ന കാര്യം ഇറാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും യുദ്ധം നടക്കുന്ന സമയത്ത് ഒരുപാട് വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇസ്രായേൽ ഇറാനകത്ത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല, ഇറാന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇറാന്റെ പേര് കേട്ട ശാസ്ത്രജ്ഞന്മാരും അതുപോലെ തന്നെ സൈനിക മേധാവിമാരും ഒക്കെ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അക്കാര്യത്തിലൊന്നും ഒരു തർക്കമില്ല. പക്ഷെ അതേസമയം യുദ്ധം കഴിഞ്ഞതിന് ശേഷം പതിയെ പതിയെ ആദ്യം കളവാണ് പ്രചരിച്ചത്. അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു വിഭാഗം വളരെ കാര്യമായ രീതിയിൽ തന്നെ പണിയെടുത്തു. അതേസമയം യുദ്ധം കഴിഞ്ഞതിന് ശേഷം യഥാർത്ഥ വസ്തുതകൾ ഇങ്ങനെ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരുന്നു. ഇസ്രായേലിനകത്തുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നു. 41,000 ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു എന്ന സത്യം പുറത്തു വന്നു. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ നഷ്ടപരിഹാര തുക ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് മുന്നിൽ എത്തി എന്ന വാർത്തകൾ പുറത്തു വന്നു. ചില ആളുകളെയൊക്കെ സഹായിക്കുന്നതിന് വേണ്ടി ജനം തെരുവിലിറങ്ങി എന്ന വാർത്തകൾ പുറത്തു വന്നു. അതുപോലെ തന്നെ അമേരിക്ക വളരെ പെട്ടെന്ന് യുദ്ധം നിർത്താൻ ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട്, വെടിനിർത്തൽ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും പ്രചരിച്ചു. ആദ്യം പ്രചരിച്ച വാർത്ത ഇറാൻ അമേരിക്കയുടെ കാൽക്കൽ വീണു, ഇസ്രായേലിനോട് വെടിനിർത്താൻ പറയണം എന്ന് ആവശ്യപ്പെട്ടു എന്നതായിരുന്നു ആദ്യം പ്രചരിച്ചത്. അതേസമയം ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ പ്രചരിക്കുകയാണ്. നേരത്തെ അമേരിക്കയുടെ എയർ ഡിഫൻസ് സിസ്റ്റമായ താഡുമായി ബന്ധപ്പെട്ട് ഒരു വാർത്തയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു വാക്ക് ഞാൻ ഉപയോഗിച്ചു. അതിന്റെ തലക്കെട്ടും അങ്ങനെ തന്നെയാണ് കൊടുത്തത്. താട് തേങ്ങയുടെ മൂടായി എന്നായിരുന്നു അതിന്റെ തലക്കെട്ടും ആ വാർത്തയിൽ ഞാൻ പറഞ്ഞ വാക്കുകളും. അതായത് നമ്മുടെ ഒരു നാടൻ പ്രയോഗം, അതിനനുസരിച്ച് ഞാൻ അങ്ങോട്ട് പറഞ്ഞു പോയതാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഒരു സാഹചര്യം താട് തേങ്ങയുടെ മൂടായതുകൊണ്ട് തന്നെയാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതായത് 12 ദിവസം മാത്രമാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധം നീണ്ടുനിന്നത്. ഈ 12 ദിവസം യുദ്ധം നീണ്ടുനിന്ന സമയത്ത് ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ അമേരിക്കയുടെ താട് പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അമേരിക്കയുടെ എയർ ഡിഫൻസ് സിസ്റ്റം അതിലെ 25% മിസൈലുകൾ ഇവിടെ ഇറാൻ മിസൈലുകളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു. അധികം വൈകാതെ
ഇവിടെ ഈ മിസൈൽ അത് ശൂന്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എയർ ഡിഫൻസ് സിസ്റ്റം അത് പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അത്തരം ഒരു സാഹചര്യത്തോട് അടുത്തപ്പോഴാണ് വെടിനിർത്തൽ യാഥാർത്ഥ്യമായത് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഇറാന്റെ മിസൈലുകൾ കണ്ട് അമേരിക്കയുടെ കണ്ണ് തള്ളി. പൊടുക്കുമ്പോൾ 1 ചെന്ന് പൊട്ടുമ്പോൾ 100 എന്ന രീതിയിലുള്ള ചില മിസൈലുകൾ, ക്ലസ്റ്റർ ബോംബുകൾ, അതുപോലെ തന്നെ ആകാശത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില ചിത്രങ്ങളൊക്കെ വരക്കുന്ന രീതിയിൽ മിസൈലുകൾ സഞ്ചരിക്കുന്ന ഇറാന്റെ അത്യാധുനിക മിസൈൽ സംവിധാനങ്ങൾ അമേരിക്കയുടെ കണ്ണ് തള്ളിപ്പോയി. അതായത് ഇറാൻ തൊടുത്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമേരിക്ക പെടുത്തു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ഒരു ഒറ്റ കാരണത്താലാണ് 12 ദിവസം നീണ്ടു നിന്നപ്പോഴേക്ക് യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക തയ്യാറായത്. ഈ യുദ്ധത്തിൽ ഇസ്രായേൽ പൂർണ്ണമായും പരാജയപ്പെട്ടാൽ, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇല്ലാതായാൽ അതിന്റെ ചീത്തപ്പേര് മുഴുവൻ അമേരിക്കക്കാണ് എന്ന കാര്യം അമേരിക്ക മനസ്സിലാക്കി. എന്തായാലും ഇപ്പോൾ കുറച്ചൊക്കെ ഊർജം വെച്ചു, കുറച്ചൊക്കെ ഒന്ന് പുഷ്ടി വെച്ചപ്പോൾ, പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് ഒന്ന് നിവർന്നു നിൽക്കാൻ കഴിയുമെന്നൊരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ വീണ്ടും ഖംനായിയെ വധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് ഇസ്രായേൽ കാറ്റ്സ്. എന്നാൽ ആവട്ടെ, നമുക്ക് ഒരു കൈ കൂടെ നോക്കാം എന്നുള്ള നിലപാട് പ്രഖ്യാപിച്ച് അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്കും ഇനി പോകുന്നില്ല എന്ന് തീരുമാനിച്ച് ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ തീരുമാനം, ഇറാന്റെ പുതിയ നീക്കം ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചിരിക്കാം. അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിട്ടുള്ള നാണക്കേട്, അമേരിക്കക്ക് ഉണ്ടായിട്ടുള്ള ഈ നാണക്കേട്, അത് തീർക്കാൻ ഇസ്രായേൽ കച്ചകെട്ടി ഇറങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്ത് തന്നെ ആയാലും ഇറാൻ ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകില്ല എന്ന നിലപാടിൽ ഉറച്ച് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ വ്യക്തമാണ്, ഇറാൻ തൊടുത്തപ്പോൾ അമേരിക്ക പെടുത്തു. അതുകൊണ്ട് തന്നെയാണ് 12 ദിവസം നീണ്ടുനിന്ന യുദ്ധം സ്വിച്ച് ഇട്ടതുപോലെ അവസാനിച്ചത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.